ഹായ് ഫ്രണ്ട്സ്, LP-UP സിലബസിൽ കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അയ്യങ്കാളിയെക്കുറിച്ചാണ്. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന അയ്യങ്കാളി. അദ്ദേഹം ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 വെങ്ങാനൂരാണ്. വെങ്ങാനൂർ, പെരുങ്കാട്ടുവിള, വെങ്ങാനൂർ. വെങ്ങാനൂർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. വർഷം 1863 ഓഗസ്റ്റ് 28 വെങ്ങാനൂരിൽ ഇദ്ദേഹം ജനിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമാണ് പ്ലാവത്തറ വീട്. പ്ലാവത്തറ വീട്ടിൽ 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിക്കുന്നു. എവിടെയാണ്? വെങ്ങാനൂർ അല്ലേ? വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. പുലയ സമുദായത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ്. ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അപ്പോൾ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കാം. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ. പ്ലാവത്തറ വീട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേര്. പുലയ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തൊഴിലാളി നേതാവ് അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. ഏറ്റവും ആദ്യം നമ്മൾ മറ്റൊരു വിശേഷണം പറഞ്ഞല്ലോ. എന്താണ്? അധസ്ഥിതരുടെ പടത്തലവൻ. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു. പടത്തലവൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് AKG ആണ് കേട്ടോ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന AKG ആണ്. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയ്യങ്കാളിയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത് വില്ലുവണ്ടി യാത്രയെക്കുറിച്ചാണ്. വില്ലുവണ്ടി യാത്ര അല്ലെ വില്ലുവണ്ടി സമരം എന്നൊക്കെ നമുക്ക് റാങ്ക് ഫയലിൽ കാണാം. 1893 അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയത്. 1893. അപ്പോൾ എന്താണ്? പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. എന്താണ് വില്ലുവണ്ടി സമരം? ഒന്നുകൂടെ നോക്കാം. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം അല്ലെ വില്ലുവണ്ടി യാത്ര നടത്തിയത്. എവിടെ തൊട്ട് എവിടെ വരിക? ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വർഷം വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ചോദിച്ചിട്ടുണ്ട്. ആരാണ് നടത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെ മുതൽ എവിടെ വരെയാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെങ്ങാനൂർ എന്ന് പറയുന്നത് അയ്യങ്കാളിയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹം ജനിച്ച സ്ഥലവും അതുപോലെ വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് കേട്ടോ. കവടിയാർ കൊട്ടാരം. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലിപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. 1893 വില്ലുവണ്ടി യാത്ര നടത്തിയത്. വില്ലുവണ്ടി യാത്ര എവിടെ മുതൽ എവിടെ വരെയാ? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് നടത്തിയത്. ആരാണ് നടത്തിയത്? അയ്യങ്കാളിയാണ് നടത്തിയത്. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള സമരമാണ് വില്ലുവണ്ടി യാത്ര എന്നറിയപ്പെടുന്നത്. അല്ലേ? ഇനി കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യങ്കാളി. എന്താ പറഞ്ഞത്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അയ്യങ്കാളി. അത് നടന്ന വർഷം 1909 കേട്ടോ. 1909. പിന്നെ വരുന്നത് 1905. ഇനി കുറച്ച് വർഷങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ബന്ധപ്പെട്ട് അങ്ങ് നോക്കാം. ഒന്നുകൂടി ഇത്രയും സമയം പറഞ്ഞ വർഷങ്ങൾ ഒന്നുകൂടി ആദ്യം എഴുതാമേ. 1863 ഇദ്ദേഹം ജനിക്കുന്നത്. 1863 ജനനം. 1893 വില്ലുവണ്ടി സമരം അല്ലെങ്കിൽ വില്ലുവണ്ടി യാത്ര. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എഴുതണേ. വില്ലുവണ്ടി സമരം അല്ലെങ്കിൽ വില്ലുവണ്ടി യാത്ര. പിന്നെ വരുന്നത് 1905. ഈ 1905 എന്ന് പറയുമ്പം അവിടെ
കുടിപ്പള്ളിക്കൂടം. എന്താണ് ഈ കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്നത്? കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്നത് പുലയ സമുദായത്തിലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി എന്ന്. ഈ പുലയ സമുദായത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി വെങ്ങാനൂരിൽ ആരംഭിച്ചതാണ് കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്നത്. ഓക്കെ, 1905 കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിൽ ആരംഭിച്ചു? അയ്യങ്കാളി ആരംഭിച്ചു. എന്തിനു വേണ്ടിയാ? പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. ആ വർഷമാണ് 1905. ഓക്കെ അല്ലേ? ഇനി വരുന്നത് 1907. 1907 എന്താണ്? സാധുജന പരിപാലന സംഘം. പരിപാലന സംഘം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് PSC ചോദിച്ചേക്കുന്നതെന്ന് അറിയാമോ? സാധുജന പരിപാലന സംഘത്തിന്റെ ഇയർ 1907. അതുപോലെ ആരാണ് സ്ഥാപിച്ചത്? അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാ? സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. ഓക്കെ, ഈ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായിട്ടുള്ള സംഘടനയാണ് SNDP. ശ്രീനാരായണ ഗുരുവിന്റെ SNDP ആണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമേകിയ സംഘടന എന്ന് പറയുന്നത്. പിന്നെ ഈ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം, ഇതൊക്കെ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. പിന്നീട് 1938 ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റുന്നുണ്ട്. പുലയ മഹാസഭ. ഓക്കെ, പുലയ മഹാസഭ. ഇനി സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി എന്ന് പറയുന്നത് സാധുജന പരിപാലിനി, അത് മുഖപത്രമാണ്. അതിൻ്റെ ഇയർ 1913. 1913 ഈ സാധുജന പരിപാലിനി എന്ന് പറയുന്ന മുഖപത്രത്തിൻ്റെ മുഖ്യ പത്രാധിപരായിരുന്നു ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് കേട്ടോ. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം എന്നാണ് ഈ സാധുജന പരിപാലിനി അറിയപ്പെടുന്നത്. ഇത് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ വെച്ചിട്ടാണ് ഈ സാധുജന പരിപാലനയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി നോക്കാം. 1907 അയ്യങ്കാളി സ്ഥാപിച്ച ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് എന്ത്? സാധുജന പരിപാലന സംഘം. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ? അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം, അതുപോലെ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കണം, കൂലിയെടുക്കുന്നവർക്ക് കൂലി വർധനവ് ആവശ്യപ്പെട്ട്, അങ്ങനെ 3 കാര്യങ്ങളായിരുന്നു, 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു സാധുജന പരിപാലന സംഘത്തിന് ഉണ്ടായിരുന്നത്. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നീ 3 മുഖ്യ ലക്ഷ്യങ്ങളായിരുന്നു സാധുജന പരിപാലന സംഘത്തിന് ഉണ്ടായിരുന്നത്. പിന്നീട് 1938 ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റുന്നുണ്ട് 1938. ഓക്കെ, സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമേകിയ സംഘടനയാണ് ശ്രീനാരായണ ഗുരുവിന്റെ SNDP. പിന്നീട് നമ്മൾ പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? സാധുജന പരിപാലിനിയെ കുറിച്ചാണ്. അതെന്താണ്? അതൊരു മുഖപത്രമാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. വർഷം 1913. 1913 സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ഇതിന്റെ മുഖ്യ പത്രാധിപരായിരുന്നത് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ഈ സാധുജന പരിപാലിനി എന്ന പത്രം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി. ഇനി നമുക്ക് അടുത്ത ഇയർ നോക്കാം. അടുത്ത ഇയർ 1909. 1909 കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടത്തി. സംഘടിത കർഷക സമരം.
കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന വർഷമാണ് 1909. ഇതൊരു PYQ ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? അതായിരുന്നു ചോദ്യം. അയ്യങ്കാളിയാണ്. വർഷം 1909. പിന്നീട് വരുന്ന ഒരു വർഷം 1911. 1911 ഇമ്പോർട്ടൻസ് എന്താണ്? ഡിസംബർ 5-ന് 1915 ഡിസംബർ 5-ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് ഇദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഓക്കെ, 1911 ഡിസംബർ 5-ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1912-ന് ശ്രീമൂലം പ്രജാസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തു. ഓക്കെ, പിന്നീട് 28 വർഷത്തോളം ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി തുടർന്നു. 1912 ശ്രീമൂലം പ്രജാസഭയിലേക്ക് എലക്ട് ചെയ്യപ്പെടുകയും പിന്നീട് 28 വർഷം ഈ ശ്രീമൂലം പ്രജാസഭയിൽ സജീവ അംഗമായി തുടരുകയും ചെയ്തു. പിന്നെ 1912-ന് മറ്റൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് PSCക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത്. 1912 നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. 1912 നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. നെക്സ്റ്റ് ഇയർ നമുക്ക് നോക്കാം. 1915 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് ആണ്. 1915 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ പുലയ ലഹളയെ തന്നെയാണ് 90-ാം ആണ്ട് ലഹള എന്ന് അറിയപ്പെടുന്നത്. 1912 നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912. നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി അയ്യങ്കാളി. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലഹള നടത്തിയത്? അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. അതിനെതിരെ നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള. അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള. വർഷം 1912. ഇനി വരുന്നത് 1915. നെക്സ്റ്റ് ഇയർ 1915 പുലയ ലഹളയെ തന്നെയാണ് 90-ാം ആണ്ട് ലഹള, അതുപോലെ ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പുലയ ലഹളയാണ്. മനസ്സിലാവുന്നുണ്ടോ? വർഷം 1915. തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലം എന്നൊരു ഗ്രാമം. തിരുവനന്തപുരത്തെ ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി എന്നു പേരുള്ള ഒരു ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാര് സ്കൂള് തീയിട്ട് നശിപ്പിച്ചു. അതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് പറഞ്ഞു വന്നത്? അയ്യങ്കാളി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, പഞ്ചമി എന്ന പേരായ ഒരു പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുവരികയും സവർണ ജാതിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു? ആ സ്കൂള് തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ അതിനെയാണ് 90-ാം ആണ്ട് ലഹള, ആ ഒരു സംഭവത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1915 വർഷം. പിന്നെ കൊല്ലവർഷം 1090 കേട്ടോ. കൊല്ലവർഷം മലയാള വർഷം 1090. അതുകൊണ്ടാണ് ഇതിനെ 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഈ ഭാഗത്ത് ഈ ഒരു സ്കൂളിൻ്റെ പേര്, ഊരൂട്ടമ്പലം സ്കൂളിൻ്റെ പേര് പിന്നീട് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഊരൂട്ടമ്പലം സ്കൂളിൻ്റെ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ആ കത്തിപ്പോയ ബെഞ്ചൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു വർഷം നമുക്ക് പഠിക്കാനുള്ളത് 1915 കല്ലുമാല സമരത്തെക്കുറിച്ചാണ്. 1915 കല്ലുമാല സമരം. എന്താണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമാണ്, അല്ലെങ്കിൽ പ്രക്ഷോഭമാണെന്ന് നമുക്ക് പറയാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് ആഭരണധാരണം അല്ലെ വസ്ത്രധാരണത്തിനൊക്കെ വേണ്ടിയിട്ട് കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ആരാണ്? അയ്യങ്കാളി സംഘടിപ്പിച്ചു. അപ്പോൾ എന്താണ് ഈ കല്ലുമാല സമരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1915 കല്ലുമാല സമരം. വർഷം സെയിം ആണ്. പുലയ ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള. ഇനി കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള. പെരിനാട് ലഹള. ഓക്കെ, പെരിനാട് ലഹള. ഇതിൻ്റെ പേര് മാറി പോകരുത്. പുലയ ലഹളയെ പറയുന്നത് ഊരൂട്ടമ്പലം ലഹള എന്നുകൂടിയാണ് കേട്ടോ. ഊരൂട്ടമ്പലം എന്ന സ്ഥലത്താണല്ലോ ആ ഒരു സ്കൂൾ കത്തിച്ചത്. അപ്പോൾ ഊരൂട്ടമ്പലം ലഹള എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഊരൂട്ടമ്പലം ലഹള. ഓക്കെ, പിന്നെ കല്ലുമാല സമരമാണെങ്കിൽ പെരിനാട് ലഹള എന്നുകൂടി അറിയപ്പെടുന്നു. രണ്ടിൻ്റെയും വർഷം 1915 തന്നെയാണ്. അപ്പോൾ കല്ലുമാല സമരം എന്ന് പറയുന്നത് എന്താണ്? പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്രം അല്ലെങ്കിൽ ആഭരണ ധാരണത്തിന് വേണ്ടി സംഘടിപ്പിച്ച ഒരു പ്രക്ഷോഭമായിരുന്നു കല്ലുമാല സമരം എന്ന് പറയുന്നത്. പുലയർ ഉൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ഒക്കെ ജാതിയുടെ അടയാളമായിട്ട് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളായിരുന്നു അണിഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനെതിരെ 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിയിൽപ്പെട്ടവരെ പോലെ തന്നെ ആധുനിക ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം പിന്നോക്ക ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു. 1915 കല്ലുമാല സമരത്തിലൂടെയാണ് അവരിങ്ങനെ ഒരു അവകാശം നേടിയെടുത്തത്. ഓക്കെ, അപ്പോൾ കൊല്ലത്തിനടുത്തുള്ള പെരിനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സമരം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പെരിനാട് ലഹള എന്നുകൂടി അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? കൊല്ലമാണ് ജില്ല. കൊല്ലം അങ്ങനെ കണക്ട് ചെയ്താൽ മതി. തമ്മിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, കല്ലുമാല സമരം നടന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. പുലയ ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള അതെവിടെയായിരുന്നു നടന്നത്? ഊരൂട്ടമ്പലം എന്ന സ്ഥലത്താണ് അല്ലേ? തിരുവനന്തപുരം ജില്ലയിലാണ് പുലയ ലഹള നടക്കുന്നത്. 1915 ഊരൂട്ടമ്പലം ലഹള 90-ാം ആണ്ട് ലഹള എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്തായിരുന്നു കാരണം? അയ്യങ്കാളി ദളിത് വിഭാഗത്തിൽപ്പെട്ട പഞ്ചമി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാനായിട്ട് കൊണ്ടുവരികയും ഇതിനോടുള്ള എതിർപ്പ് സവർണ ജാതിക്കാർ ആ ഒരു സ്കൂള് തീയിട്ട് നശിപ്പിച്ചാണ് ആ ഒരു എതിർപ്പ് കാണിച്ചത് അല്ലേ. അപ്പോൾ ആ ഒരു സ്കൂളിന് പിന്നീട് പേര് മാറ്റി എങ്ങനെയാക്കി? അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാക്കി മാറ്റി. പിന്നെ കല്ലുമാല സമരമാണെങ്കിലോ അതും അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമാണ്. എന്തായിരുന്നു? പുലയർ ഉൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കാതിലും കഴുത്തിലും ഒക്കെ കല്ലുമാല ഉപേക്ഷിച്ച് അവർക്ക് ആധുനിക രീതിയിലുള്ള ആഭരണങ്ങൾ അണിയണം, അതിനുള്ള അവകാശം അവർ നേടിയെടുത്ത സമരമാണ് 1915 കല്ലുമാല സമരം. നടന്നത് പെരിനാട് എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. നമുക്ക് കുറച്ച് പുസ്തകങ്ങളും വിശേഷണങ്ങളും ഒക്കെ പരിചയപ്പെടാം. വിശേഷണങ്ങൾ എന്ന് പറയുമ്പോൾ അയ്യങ്കാളിയെ പല പേരുകളിൽ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിശേഷണങ്ങൾ നോക്കാം. ഏറ്റവും ആദ്യം തന്നെ ആളിക്കത്തിയ തീപ്പൊരി. ഓക്കെ, ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള നവോത്ഥാന നായകനാണ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അതുപോലെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന വിശേഷണവും അയ്യങ്കാളിക്കുണ്ട്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന്. പിന്നെ പുലയ രാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? പുലയ രാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് പുലയ രാജ എന്ന പേരിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇ കെ നായനാർ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കറക്റ്റ് ചെയ്ത് എഴുതണം കേട്ടോ, ഞാൻ ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇ കെ നായനാരാണ്. പിന്നെ വരുന്നത് മറ്റൊരു വിശേഷണമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് ആര്? പി സനൽ മോഹൻ. പിന്നെ PSC ചോദിച്ചിട്ടുള്ളതും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിശേഷണമാണ് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അതുപോലെ നെഹ്റുവിൻ്റെ ഒരു വിശേഷണമുണ്ട്. നെഹ്റു അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് തളരാത്ത പോരാളി എന്നാണ്.
തളരാത്ത പോരാളി എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് കേട്ടോ, ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് ഇത്രയും വിശേഷണങ്ങൾ ഒന്നുകൂടി നോക്കാം. ആളിക്കത്തിയ തീപ്പൊരി, ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ പുലയ രാജ എന്ന അയ്യങ്കാളിയെ വിളിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. പുലയ രാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇ.കെ. നായനാരാണ്. കേരള സ്പാർട്ടക്കസ് എന്നൊരു വിശേഷണം അയ്യങ്കാളിക്കുണ്ട്. തളരാത്ത പോരാളി എന്ന വിശേഷണമുള്ള നവോത്ഥാന നായകൻ കൂടിയാണ് അയ്യങ്കാളി. അത്തരത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ബുക്സ് നോക്കാവേ. ബുക്സ് എന്ന് പറയുമ്പം ഏറ്റവും ആദ്യം നമുക്ക് THP ചെന്താരശ്ശേരിയുടെ ഒരു പുസ്തകം, ചെന്താരശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്. കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ അയ്യങ്കാളി, കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്നൊരു പുസ്തകമുണ്ട്. THP ചെന്താരശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമാണ് അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ. അധസ്ഥിതരുടെ പടത്തലവൻ എന്ന വിശേഷണമുള്ള നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പേരിൽ തന്നെ ഒരു പുസ്തകം ഇദ്ദേഹം എഴുതി. അപ്പോൾ ഇദ്ദേഹം 2 ബുക്കുകളാണ് അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയതായിട്ട് കണ്ടത്. ഒരെണ്ണം എന്താണ്? കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്നൊരു പുസ്തകം. കൂടാതെ അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന 2 പുസ്തകങ്ങളാണ് THP ചെന്താരശ്ശേരി ഇദ്ദേഹത്തെക്കുറിച്ച്, അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. മറ്റൊരു പുസ്തകം കൂടി പറയാം. പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്: അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എങ്കിലും കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു പോയതാണ്. അത് എഴുതിയത് 2 പേർ ചേർന്നാണ് കേട്ടോ. 2 പേർ ചേർന്നാണ് ആ ഒരു പുസ്തകം എഴുതിയത്. എം നിസാർ ആൻഡ് മീന കന്ദസ്വാമി. ഈ 2 വ്യക്തിത്വങ്ങൾ കൂടി ചേർന്ന് അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്നുള്ളത്. അങ്ങനെ 3 പുസ്തകങ്ങളുടെ പേരാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് പറയാനുള്ള പോയിന്റുകൾ ചേർത്ത് പറയുകയാണേ. കണ്ടുമുട്ടലുകൾ. കണ്ടുമുട്ടൽ എന്ന് പറയുമ്പോൾ ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷമുണ്ട്. ഗാന്ധിജി ആൻഡ് അയ്യങ്കാളി. ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ വെങ്ങാനൂര് വെച്ച് 1937 കണ്ടുമുട്ടുന്നുണ്ട്. ഗാന്ധിജിയും അയ്യങ്കാളിയും വെങ്ങാനൂരിൽ വെച്ച് 1937 കണ്ടുമുട്ടുന്നുണ്ട്. ഗാന്ധിജി കേരളത്തിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. വർഷങ്ങൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. 1920, 25, 27, 34, 37. ഏറ്റവും അവസാനം, അപ്പം നമുക്ക് ഇതിന് ചോദ്യം കിട്ടിയില്ലേ? ഏറ്റവും അവസാനം ഗാന്ധിജി കേരളം സന്ദർശിച്ച സമയത്താണ് അയ്യങ്കാളിയെ വെങ്ങാനൂർ വെച്ച് കണ്ടുമുട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ വെങ്ങാനൂർ വെച്ച് കണ്ടുമുട്ടിയ വർഷമാണ് ഏത്? 1937. ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിലുള്ള കണ്ടുമുട്ടൽ. ഇനി ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടി. ശ്രീനാരായണ ഗുരുവും അതുപോലെ അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടി. ആ വർഷം 1912. 1912 ബാലരാമപുരത്ത് വെച്ചാണ്. ബാലരാമപുരത്ത് വെച്ച് 1912 ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ മീറ്റ് ചെയ്തു. ഗാന്ധിജി അയ്യങ്കാളിയും തമ്മിൽ മീറ്റ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? വെങ്ങാനൂർ. അയ്യങ്കാളി ജനിച്ച ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് എന്ത് ചെയ്തത്? 1937 ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയും തമ്മിലാണെങ്കിൽ വർഷം 1912 ബാലരാമപുരത്ത് വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം, അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. ഓക്കെ, അദ്ദേഹം മരണപ്പെട്ട വർഷം ഒന്ന് നോക്കാം. 1941. 1941 ജൂൺ 18 അയ്യങ്കാളി അന്തരിച്ചത്. അയ്യങ്കാളി അന്തരിച്ച വർഷം 1941 ജൂൺ 18. അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൻ്റെ പേരാണ് പാഞ്ചജന്യം.
പാഞ്ചജന്യം. ഓക്കെ, പാഞ്ചജന്യം എന്നറിയപ്പെടുന്നത് ആരുടെ ശവകുടീരമാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? അയ്യങ്കാളിയുടെയാണ്. ഇനി ചിത്രകൂടം. എന്താണ് ചിത്രകൂടം? ചിത്രകൂടം എന്നറിയപ്പെടുന്നത് സ്മാരകമാണ് കേട്ടോ. ചിത്രകൂടം എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്മാരകമാണ്. സ്മാരകം. ഇദ്ദേഹത്തിന്റെ സ്മാരകം ചിത്രകൂടം എന്ന പേരിലും ശവകുടീരം പാഞ്ചജന്യം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ശവകുടീരം പാഞ്ചജന്യം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ചിത്രകൂടം എന്നുള്ളത് സ്മാരകമാണെന്നുള്ളത് ഓർക്കുക. ഇനി അയ്യങ്കാളിയുടെ പ്രതിമ. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ് അനാച്ഛാദനം ചെയ്തത്. വർഷം 1980 ആണ്. 1980 ഇവിടെ തിരുവനന്തപുരത്ത് വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ദിരാഗാന്ധിയാണ് അനാച്ഛാദനം ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി. ഓക്കെ, ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. എവിടെയാണ്? തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിൽ 1980 ഈ ഒരു പ്രതിമ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇസ്രാ ഡേവിഡ് ആണ് കേട്ടോ. ഇസ്രാ ഡേവിഡ്. പിന്നെ ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളികളുള്ള ആദരസൂചകമായിട്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. വർഷം 2002 ഓഗസ്റ്റ് 12. അതുപോലെ തന്നെ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഉണ്ടല്ലോ. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഏതാണ് വർഷം? 2010 2010 എന്താണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ് കേട്ടോ. നഗര തൊഴിലുറപ്പ്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള സ്കീം. ആ ഒരു സ്കീം വന്ന വർഷം 2010. എന്താണ് സ്കീമിന്റെ പേര്? എങ്ങനെയാണ്? അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ് കേട്ടോ. 2010. പിന്നെ അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ചിട്ടുള്ള സർവകലാശാലയാണ് കാസർഗോഡിലെ കേന്ദ്ര സർവകലാശാല. പിന്നെ വരുന്നൊരു കറണ്ട് അഫയർ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. തിരുവനന്തപുരത്തെ VJT ഹാളിന്റെ പുതിയ പേര് 2019 ഇങ്ങനെ പേര് മാറ്റിയത്. അയ്യങ്കാളി ഹാൾ എന്നാക്കി മാറ്റി. തിരുവനന്തപുരത്തെ VJT ഹാളിന്റെ പേര് അയ്യങ്കാളി ഹാൾ എന്ന് 2019 അങ്ങനെ പേര് മാറ്റിയിട്ടുള്ളത് കേട്ടോ. പിന്നെ വരുന്നത് കേരള പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. അയ്യങ്കാളി ഭവൻ എന്നാണ് അതിന്റെ പേര്. ഓക്കെ ആണല്ലോ, ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കേരള പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ വിട്ടുപോയിട്ടുള്ള പോയിന്റ്സും കൂടി നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ആഡ് ചെയ്ത് പോവാം. അതായത് അയ്യങ്കാളി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? പുലയ സമുദായത്തിലാണ് ജനിച്ചതെന്നല്ലേ. അപ്പോൾ ഈ പ്രത്യേകിച്ച് പുലയ സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പൊതുനിരപ്പിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും സ്കൂൾ പ്രവേശനം നൽകുന്നതിനും അവരുടെ പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും ഒക്കെ വേണ്ടി നിലകൊണ്ട ഒരു നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി എന്ന വ്യക്തിത്വം. അതുപോലെ തന്നെ സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഒരു പ്രശസ്തമായ കോട്ട് പറയുന്നത്. എന്താണ്? ഞങ്ങളുടെ കുട്ടികൾക്ക്, ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് നിങ്ങൾ കേൾക്കുക. ഈ ഒരു കോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PSC പല ആവർത്തി ചോദിച്ചിട്ടുള്ള കോട്ടാണ്. എന്താണ്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അതായത് ഒരു വിദ്യാഭ്യാസത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകനാണ്. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്താനും വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവുണ്ടായ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അതിൻ്റെ ബേസിസിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അപ്പോൾ ഈ ഒരു കോട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വെച്ചേക്കണം. പിന്നെ നമ്മൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ കാര്യം പറഞ്ഞു. 1907 വർഷം അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത്. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലിനി എന്നത് ഇതിൻ്റെ ഒരു മുഖപത്രമാണ്. 1913 ചങ്ങനാശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മുഖപത്രമാണത്. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ 90-ാം ആണ്ട് ലഹള, കല്ലുമാല സമരം, ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, എന്തായിരുന്നു? പട്ടികജാതി അല്ലേ. കേരള പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം. കേരള പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അയ്യങ്കാളി ഭവൻ,
തൃശ്ശൂർ എന്നായിരിക്കണം ഉത്തരം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂർ, അയ്യങ്കാളി ഭവൻ. നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു അയ്യങ്കാളി ഭവൻ ഉണ്ടല്ലേ, അത് കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനമാണ്. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരവും. ഇനി കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അയ്യങ്കാളി ഭവൻ തൃശ്ശൂർ എന്നുമായിരിക്കണം നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഇനി മരട് ഉത്തരമായിട്ട് വരുന്നൊരു ചോദ്യമുണ്ട്. പട്ടികജാതിയിൽ ഉൾപ്പെട്ട നവോത്ഥാന നായകരുടെ സ്മരണ നിലനിർത്താൻ സ്ഥാപിച്ച സ്മാരക മന്ദിരമുണ്ട്. അതിൻ്റെ പേരാണ് അയ്യങ്കാളി വള്ളോൻ ചാഞ്ചൻ സ്മാരകം. അപ്പം അയ്യങ്കാളി വള്ളോൻ ചാഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് മരട്. ഓക്കെ, മരടിലാണ് കേട്ടോ. മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന KR നാരായണനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നോക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റൽ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നു KR നാരായണൻ. ഓക്കെ, ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള പോയിന്റ് അല്ല, ജസ്റ്റ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ PSC എക്സാമുകൾക്ക് ചോദിക്കുന്ന മറ്റൊരു കോട്ടുണ്ട് അയ്യങ്കാളിയുടെ. എന്താണ്? ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന വാക്കുകൾ അയ്യങ്കാളിയുടേതാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ അയ്യങ്കാളി വള്ളോൻ ചാഞ്ചൻ സ്മാരകം എറണാകുളത്ത് എവിടെയാണ്? മരടിലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കും. പിന്നെ ഒരു കൊല്ലം സമ്മേളനമുണ്ട്. കൊല്ലം സമ്മേളനം അതെന്താണ്? തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനമാണ് കൊല്ലം സമ്മേളനം. ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ അയ്യങ്കാളിയായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. തിരുവനന്തപുരത്തെ VJT ഹാളിൻ്റെ പുതിയ പേര് അയ്യങ്കാളി ഹാൾ എന്നാണ്. 2019 ഇങ്ങനെ പുനർനാമകരണം ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അയ്യങ്കാളിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ: ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, പുലയ രാജ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധി. പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരവുമാണ്. അത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ നെടുമങ്ങാട് ചന്തലഹള 1912 വർഷം. പിന്നെ ചാലിയം തെരുവ് ലഹളയുടെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നതും അയ്യങ്കാളി തന്നെയാണ്. ചാലിയം തെരുവ് ലഹളയുടെ സൂത്രധാരൻ അയ്യങ്കാളിയാണ്. അതിൻ്റെ വർഷം 1898 കേട്ടോ, 1898. പിന്നെ സാധുജന പരിപാലന സംഘം 1907. പുലയ ലഹള എന്ന് പറയുമ്പോൾ എന്താണ്? ഊരൂട്ടമ്പലം ലഹള തിരുവനന്തപുരത്താണ് നടന്നത്, 1915. കല്ലുമാല സമരമാണെങ്കിലോ അതും 1915. പെരിനാട് ലഹള എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത മഹത് വ്യക്തിത്വമാണ് അയ്യങ്കാളി, അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന അയ്യങ്കാളി. അദ്ദേഹം മരണപ്പെട്ട വർഷം ഏതായിരുന്നു? 1941 ജൂൺ 18. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അയ്യങ്കാളിയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഈ ഭാഗത്തുനിന്ന് PSC ചോദിക്കുന്നുണ്ട് കേട്ടോ, ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണം. പിന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ വർഷം അത് ഓർമ്മയിൽ സൂക്ഷിക്കണം, 2010. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും വിട്ടുപോകണ്ട കേട്ടോ. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തോളൂ. അവിടെയാണ് റിവിഷൻ പ്ലാനുകളും റിവിഷൻ പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താങ്ക്